ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തനായ വാഹന ഡിസൈനറാണ് ദിലീപ് ഛാബ്രിയ. ബൈക്ക് മുതൽ ബസ് വരെയുള്ള ഏത് വാഹനവും ദിലീപ് ഛാബ്രിയ റീഡിസൈൻ ചെയ്ത് സുന്ദരമാക്കും. ദിലീപ് ഛാബ്രിയയുടെ ഉടമസ്ഥതയിലുള്ള DC ഡിസൈൻസ് എന്ന സ്ഥാപനം വാഹനപ്രേമികളുടെ ഹരമാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും കേരളത്തിൽ DC ഡിസൈൻ ചെയ്ത വാഹനങ്ങൾ അത്ര വ്യാപകമല്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം DCയെ കൊണ്ടൊരു വാഹനം ഡിസൈൻ ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ആ വാഹനം പൂനെയിൽ എത്തിക്കണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ചെറിയ ഒരു മെയിൻ്റനൻസിന് വേണ്ടി പോലും വീണ്ടും വാഹനം പൂനെയിൽ തന്നെ കൊണ്ടുപോകേണ്ടി വരും. ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവുകയാണ്. കേരളത്തിൽ കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന പീറ്റ്സ് ഓട്ടോമോട്ടീവ് പ്രോഡക്ട്സ് എന്ന കമ്പനി ഇപ്പോൾ കേരളത്തിലും മാത്രമല്ല സൗത്ത് ഇന്ത്യയിലൊട്ടാകെ DC ഡിസൈൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുണ്ട്. അതായത് നമുക്ക് ഇനി മുതൽ DCയുടെ ഒരു വാഹനം ഡിസൈൻ ചെയ്യിക്കണമെങ്കിൽ പൂനെയിൽ കൊണ്ടുപോകേണ്ടതില്ല, പീറ്റ്സിനെ ഏൽപ്പിച്ചാൽ മതി. നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളതൊരു ഇന്നോവയാണ്. കാഴ്ചയിൽ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഈ ഇന്നോവയുടെ ഉൾഭാഗം DC ഡിസൈൻ ചെയ്ത് മനോഹരമാക്കിയതാണ്. അതായത് ഉൾഭാഗം ഒരു അത്ഭുത ലോകം തന്നെയാണ്. നമുക്ക് ഈ DC ഡിസൈൻ ചെയ്ത ഇന്നോവയുടെ ഉൾഭാഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കസ്റ്റമൈസ് ചെയ്ത ഒരു വലിയ കാരവാൻ്റെ ഉള്ളിലിരിക്കുന്ന തോന്നലാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുമ്പോൾ. ഒരു ചെറിയ ഇന്നോവയ്ക്കുള്ളിലാണ് ഇരിക്കുന്നതെന്ന് ഒരിക്കലും തോന്നാത്ത രീതിയിൽ അത്ര കംഫർട്ടബിളാണ് DC ഡിസൈൻ ചെയ്ത ഈ ഇന്നോവയുടെ ഉൾഭാഗം. ഇനി എന്തൊക്കെയാണ് നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉൾഭാഗത്ത് ചേരിക്കുന്നതെന്ന് നോക്കാം. അത് എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഈ ഡോർ പാഡിൽ നിന്ന് തുടങ്ങാം. ഡോർ പാഡിൽ കാണുന്ന ഈ സ്വിച്ചുകളാണ് വാഹനത്തിൻ്റെ ഉള്ളിലുള്ള പല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. ഉദാഹരണമായിട്ട് ഈ ലെഫ്റ്റിൽ കാണുന്നത് ഞാനിരിക്കുന്ന ഈ സീറ്റിൻ്റെ ബാക്കിലേക്ക് നീക്കുന്ന സംവിധാനമാണ്. അതുപോലെ തന്നെ ഈ കാണുന്നത് മുന്നിലേക്ക് നീക്കുന്നതും. ഈ മൂന്നാമത് കാണുന്ന സ്വിച്ച് ബാക്കിലേക്ക് റീക്ലൈൻ ചെയ്യുന്നതാണ് സീറ്റ്. അതുപോലെ തന്നെ ഈ സീറ്റ് അത് ഏറ്റവും ഉപയോഗപ്രദമായ ഒരു കാര്യമാണ്. അത് എൻ്റെ കാലിന് താഴെയുള്ള ഭാഗം, അതായത് തൈ സപ്പോർട്ട് കൂട്ടുന്ന ഭാഗമാണ്. അത് ഇത് ഏറ്റവും പിന്നിലേക്ക് സീറ്റ് മാറ്റിയിട്ടതിന് ശേഷം മാത്രമേ ഇത് പ്രവർത്തിച്ചു തുടങ്ങുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ സുഖമായി കാല് നീട്ടി ഇരിക്കാവുന്ന രീതിയിലേക്ക്, അതായത് ഒരു ബെഡിൻ്റെ സൗകര്യപ്രദമായ പൊസിഷനിലേക്ക് സീറ്റ് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലെല്ലാം കാണാം വളരെ മനോഹരമായ ലൈറ്റിംഗ് ആണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ബ്ലൂ ലൈറ്റ്, അതുപോലെ തന്നെ താഴെ കാണുന്ന വൈറ്റ് ലൈറ്റ് എന്നിവ നോക്കുക. ഈ ലൈറ്റുകൾ ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള ഏറ്റവും നല്ലൊരു ആംബിയൻസ് വരുന്ന രാത്രിയാകുമ്പോഴാണ്. ഇപ്പോൾ പകൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് അത്രയും നല്ലൊരു ആംബിയൻസ് കിട്ടില്ല, എങ്കിൽ ഇപ്പോൾ രാത്രിയിൽ അതിമനോഹരമാണ് ഈ ലൈറ്റിൻ്റെ കാഴ്ചകൾ. പിന്നെ ലെഫ്റ്റിൽ കാണുന്നത് ഒരു കപ്പ് ഹോൾഡറാണ്. ലെഫ്റ്റിൽ 2 സീറ്റുകളേ ഉള്ളൂ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ. അതിൽ ലെഫ്റ്റിൽ ഇരിക്കുന്നയാളുടെ കപ്പ് ഹോൾഡറാണ് ഈ കാണുന്നത്. അതിനോട് ചേർന്ന് കാണുന്നത് ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം, അതുപോലെ തന്നെ വീഡിയോ സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഹെഡ്ഫോൺ വെച്ച് കേൾക്കണമെങ്കിലുള്ള ഓക്സിലറി ഔട്ട്പുട്ടാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് മുൻഭാഗത്തെ കൺസോളിലേക്ക് നോക്കാം. ഇത് പൂർണ്ണമായും ഒരു പേഴ്സണലൈസ് ചെയ്ത ഒരു വാഹനമാണ്. അതായത് നമുക്ക് മുന്നിലിരിക്കുന്ന ഡ്രൈവർക്ക് പിന്നിലിരിക്കുന്നവർ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ പിന്നിൽ എന്താണ് നടക്കുന്നതെന്നോ അറിയാത്ത രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട്. അതായത് ഇതിൻ്റെ ഇടയ്ക്ക് കാണുന്ന ഈ പാനൽ പൂർണ്ണമായും ഡ്രൈവറെ നമ്മളിൽ നിന്നും മാറ്റി നിർത്തുന്നുണ്ട്. എന്നാൽ നമുക്കിനി ഡ്രൈവറോട് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് നമ്മൾ ഇവിടെ അമർത്തുകയാണെങ്കിൽ അവിടെ ഇരിക്കുന്ന ഡ്രൈവറോട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും. ഡ്രൈവർക്ക് തിരിച്ചും സംസാരിക്കാൻ സാധിക്കും. ഇനി മുന്നിൽ കാണുന്നത് ഈ ഒരു വലിയൊരു LCD സ്ക്രീൻ ഇവിടെ കാണാം. അതിലേക്ക് പോകുന്ന ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ഹെഡ്സെറ്റാണ് ഈ കാണുന്നത്. ഒരു DVD പ്ലെയറാണിത്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ കുറച്ച് സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള ചെറിയൊരു സ്ഥലമുണ്ട്. ഇതിൻ്റെ താഴെ കാണുന്നത് ഒരു ചില്ലറാണ്. അതായത് നമുക്ക് ചെറിയ കുപ്പികളും മറ്റും തണുപ്പിച്ച് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ചില്ലറാണത്. ഈ കാണുന്ന സ്വിച്ചുകളെല്ലാം നമ്മൾ ഇടതുഭാഗത്ത് കണ്ട ലൈറ്റിൻ്റെയും മറ്റും സ്വിച്ചുകളുടെ ആ സ്വിച്ചുകൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കൂടാതെ ഇവിടെ ഓഡിയോ പ്ലെയറിൻ്റെയും ഹെഡ്ഫോണിൻ്റെയും മറ്റ് സ്വിച്ചുകളും ഈ സൈഡിൽ കാണാം. അത് തന്നെ വലതുവശത്തിരിക്കുന്നയാൾക്കും ഇടതുവശത്തിരിക്കുന്ന സ്വിച്ചുകളെ ആശ്രയിക്കേണ്ടതില്ല. അയാൾക്കുള്ള സ്വിച്ചുകൾ വലതുഭാഗത്ത് തന്നെയുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന ഈ വലിച്ചു തുറക്കാവുന്ന ഈ ട്രേ നമുക്ക് ലാപ്ടോപ്പ് പ്രവർത്തിപ്പിക്കാനും മറ്റും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിൽ ലാപ്ടോപ്പ് വയ്ക്കാം. അതുപോലെ തന്നെ അത് കുറച്ച് നമുക്ക് മുന്നോട്ട് നീക്കുകയാണെങ്കിൽ ഇവിടെ കപ്പ് ഹോൾഡേഴ്സും ഉണ്ട്. അതായത് ചെറിയ ഗ്ലാസ്സുകളോ കപ്പുകളോ ഇവിടെ സൂക്ഷിക്കുകയും ചെയ്യാം. കിടക്ക പോലെ സീറ്റുകൾ ബാക്കിലേക്ക് മറിച്ചിട്ട് സുഖകരമായ രീതിയിൽ ഇരിക്കാമെന്നുണ്ടെങ്കിൽ പോലും ലഗേജ് സ്പേസ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. യഥാർത്ഥത്തിൽ ഇന്നോവയ്ക്ക് യഥാർത്ഥത്തിലുള്ള ലഗേജ് സ്പേസിനേക്കാൾ കൂടിയിട്ടേ ഉള്ളൂ ഈ വാഹനത്തിൽ ഇത്തരം മോഡിഫിക്കേഷനുകൾ നടത്തി കഴിഞ്ഞപ്പോൾ. മറ്റൊരു കാര്യം, ഇന്നോവ മാത്രമല്ല ടൊയോട്ട ഫോർച്യൂണറിലും ഈ സെയിം രീതിയിലുള്ള മോഡിഫിക്കേഷൻ DC വരുത്തി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനും ഇതേ റേറ്റ് തന്നെയാണ് DC ഈടാക്കുന്നത്.
രണ്ട് തരത്തിലാണ് ഇപ്പോൾ ഈ DC ഇന്നോവ റീഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒന്ന് നമ്മളിപ്പോൾ കണ്ട അതേ രീതിയിൽ തന്നെ, മറ്റൊന്ന് ഡ്രൈവറിനും പാസഞ്ചറിനും ഇടയ്ക്കുള്ള വേർതിരിവില്ലാത്ത ഒരു ഡിസൈൻ കൂടിയുണ്ട്. അതായത് ആ ഭാഗത്ത് വരുന്നത് ഫ്രണ്ടിലുള്ള 2 സീറ്റിൻ്റെയും ഹെഡ് റെസ്റ്റിൽ 2 10 ഇഞ്ച് സ്ക്രീൻ വരും. അതല്ലാതെ ഇതിൻ്റെ ഇടയ്ക്ക് പാർട്ടീഷൻ ഇല്ല എന്നുള്ളതാണ് ആ രീതിയിൽ ചെയ്യുന്നതിന് പ്രത്യേകത. അതാകുമ്പോൾ നമുക്ക് ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഓടിക്കുന്ന ഡ്രൈവർ അല്ലെങ്കിലും ഒരുമിച്ചുള്ള യാത്രയുടെ ഫീൽ തന്നെ ലഭിക്കും. ഇതാകുമ്പോൾ നമുക്ക് ഫുള്ളി ഒരു പ്രൈവറ്റ് ഒരു യാത്രയായിരിക്കും ഈ ഒരു രീതി തരുന്നത്. അതായത് ഒരു തരത്തിലും മുന്നിലുള്ള ഡ്രൈവർക്ക് നമ്മൾ സംസാരിക്കുന്ന ഒന്നും കേൾക്കാൻ പറ്റാത്ത വളരെ വളരെ സേഫായിട്ടുള്ള വളരെ പ്രൈവറ്റൈസ്ഡ് എന്ന് പറയാവുന്ന ഒരു യാത്രയാണ് ഈ ഇത് തരുന്നത്. ഇപ്പോൾ നമ്മുടെ ഇന്നോവ വാങ്ങിച്ച് DC കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഒരു 6.5 ലക്ഷം രൂപ കൂടെ കൊടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് തരും. അങ്ങനെയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടീഷൻ വേണ്ട, ഡ്രൈവറുമായിട്ടുള്ള പാർട്ടീഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയാണ് അതിന് ഈടാക്കുന്നത്.